നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കട് പ്രഭു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലാണ് നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതും ഈ ചിത്രം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ മറ്റൊരു ചിത്രത്തിന്റെ ഭാഗമാകുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതും. ഇതോടുകൂടി വിജയ് ആരാധകരടക്കം എല്ലാത്തരം പ്രേക്ഷകരും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചിത്രത്തിനെ കാത്തിരുന്നത്. ആ പ്രതീക്ഷ നിറവേറിയെന്ന് നമുക്ക് പരിശോധിക്കാം. സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ജോണറിൽ കഥ പറയുന്ന ഈ ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷങ്ങളിലാണ് എത്തുന്നത്. സ്നേഹ, ജയറാം, പ്രശാന്ത്, അജ്മൽ, യോഗി ബാബു, പ്രേംജി, മോഹൻ, ലൈല തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളെ അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ ആന്റി സ്പെഷ്യൽ ടെറർ സ്ക്വാഡിലെ പ്രധാന അംഗമായ ഗാന്ധി എന്ന കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ ആദ്യ സീനിൽ തന്നെ ഗാന്ധിയുടെ ജോലിയുടെ സ്വഭാവം എന്താണെന്നും ഗാന്ധിയുടെ സ്ക്വാഡിൽ ആരൊക്കെയാണ് ഉള്ളതെന്നും എന്ത് മിഷനാണ് അവർ വന്നിട്ടുള്ളതെന്നും വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് കഥ തുടങ്ങുന്നത്. ഗാന്ധി ആന്റി സ്പെഷ്യൽ ടെറർ സ്ക്വാഡിലെ അംഗമെന്നുള്ളത് ഭാര്യയോടും മകനോടും പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്പെഷ്യൽ മിഷന്റെ ഭാഗമായി താരനിലേക്ക് പോവുകയും ഒപ്പം ഭാര്യയും മകനെയും കൂട്ടുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. ചിത്രത്തിൽ ഗാന്ധി എന്ന കഥാപാത്രത്തിന്റെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ വിജയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. പക്ഷെ പുതിയ കാലഘട്ടം കാണിക്കുമ്പം അല്പം പ്രായമായ വിജയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വളരെയധികം കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വിഗൊക്കെ ഒട്ടും വിജയുടെ കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഒട്ടും ഫിറ്റ് ആവാത്തതുപോലെയും ഫീൽ ചെയ്തു. ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അജ്മൽ, ജയറാം, പ്രശാന്ത് എന്നിവരുടെ കഥാപാത്രങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് കഥയിൽ വല്ലാത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്തില്ല. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളായ സ്നേഹയ്ക്കും ലൈലയ്ക്കൊക്കെ പ്രത്യേകിച്ചൊരു സ്ക്രീൻ സ്പേസും ഇല്ല. ഈ ആന്റി ടെറർ സ്പെഷ്യൽ സ്ക്വാഡായ ഗാന്ധിയുടെ കഥ പറയുന്നതിനോടൊപ്പം തന്നെ ഫാമിലി ട്രാക്കും കാണിക്കുന്നുണ്ട്. ആ ഫാമിലി ട്രാക്കൊക്കെ ഒരുപാട് നമ്മൾ സിനിമകളിൽ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു സബ് പ്ലോട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻസും നമുക്കതിൽ ഫീൽ ചെയ്യുന്നുമില്ല. ഇതിലെ കഥ എടുത്തു കഴിഞ്ഞാലും അധികം ചിത്രങ്ങളിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ് ഈ ചിത്രത്തിലും വെങ്കട് പ്രഭു പറയുന്നത്. ഇതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പഴയകാല തമിഴ് നടൻ മോഹനാണ്. മോഹന്റെ വില്ലൻ കഥാപാത്രം എത്തുന്നതോടെ ചിത്രത്തിന്റെ ഗ്രാഫ് വളരെയധികം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ആ വില്ലൻ കഥാപാത്രത്തിന് സ്ക്രീനിൽ സമ്മാനിക്കാനും ആവുന്നില്ല. മങ്കാത്ത എന്ന ചിത്രത്തിലൂടെ വിജയെയും മാസ് എന്ന ചിത്രത്തിലൂടെ സൂര്യയെയും തൻ്റെതായിട്ടുള്ള ശൈലിയിൽ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള വെങ്കട് പ്രഭു ഈ ചിത്രത്തിൽ വിജയ് എന്ന നടനെ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക എന്നൊരു ആകാംക്ഷയാണ് ഈ ചിത്രത്തിന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ചിത്രം കണ്ടതിന് ശേഷം എല്ലാ ടിപ്പിക്കൽ വിജയ് കഥാപാത്രങ്ങളുടെ പതിവ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തമാശകളും സ്പൂഫും ഒക്കെ ചേർത്തുകൊണ്ടാണ് വെങ്കട് പ്രഭു ഈ ചിത്രത്തിൽ വിജയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു പുതുമയും തോന്നിയില്ല. സാധാരണ വിജയ് ചിത്രങ്ങളിലെ എല്ലാ ഫോർമുലയും ചേർത്തുകൊണ്ട് തന്നെയാണ് വെങ്കട് പ്രഭു ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രധാന പോരായ്മയായി തോന്നിയത് ചിത്രത്തിന്റെ തിരക്കഥ തന്നെയാണ്. ആദ്യത്തെ ഒരു ഹാഫ് പ്ലോട്ടിനെ വല്ലാതെ വലിച്ചു നീട്ടുന്നൊരു ഫീലാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ എൻഗേജിങ് ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടെങ്കിലും ഇതിലെ കോൺഫ്ലിക്റ്റ് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും തരാത്തതിനാൽ ഒരു ഇമ്പാക്റ്റും സ്ക്രീനിൽ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ഈ ട്രെയിനിലുള്ള സീക്വൻസ് ഒക്കെ വളരെ രസമായിരുന്നെങ്കിലും കുറച്ച് മൊമെന്റ്സ് ഉണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൽ സിനിമയിൽ ഉടനീളം വലിയൊരു ഇമ്പാക്റ്റ് പകരാൻ ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ആകുന്നില്ല. സയൻസ് ഫിക്ഷൻ ജോണറിലാണ് കഥ പറയുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തിലെ ആദ്യത്തെ സീനിൽ അമോണിയം കാണിക്കുന്നുണ്ട് എന്നൊഴിച്ചാൽ ഈ സയൻസ് ഫിക്ഷൻ എന്ന ജോണറിനോട് ചിത്രം ഏത് തരത്തിലാണ് നീതി പുലർത്തുന്നത് എന്നുള്ളത് ഒരു തരത്തിലും ഒരു വ്യക്തതയും കിട്ടുന്നില്ല. ഇതിലെ ഇരട്ട വേഷത്തിലെത്തുന്ന വിജയ് കഥാപാത്രത്തിൽ അല്പമൊക്കെ വെങ്കട് പ്രഭു എന്ന സംവിധായകൻ ഒരു പരീക്ഷണം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിലെ കോൺഫ്ലിക്റ്റിന് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ലാത്തത് മൂലം ഒരു പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും സമ്മാനിക്കാതെ നനഞ്ഞ പടക്കമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിലെ പല സർപ്രൈസുകൾക്കും അത്തരത്തിലൊരു അവസ്ഥ തന്നെയാണ് സംഭവിക്കുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ കുറേയധികം ടേണും ട്വിസ്റ്റും ഒക്കെ വരുന്നുണ്ടെങ്കിലും അതിനോട് കണക്ട് ചെയ്ത് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും ചിത്രത്തിൽ ഉടനീളമുണ്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് എത്തുമ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം എന്ന പേര് ഈ ചിത്രത്തിന് എന്തിനാണ് കൊടുത്തതെന്നുള്ളൊരു വ്യക്തത സംവിധായകൻ നമുക്ക് തരുന്നത്. പക്ഷെ അതൊരു വളരെ ഏച്ചുകെട്ടിയ ഫീലാണ് അതിന്റെ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. മങ്കാത്ത മുതൽ എല്ലാ വെങ്കട് പ്രഭു ചിത്രങ്ങളിലും വളരെയധികം ഇമ്പാക്റ്റ് പകർന്ന യുവൻ ശങ്കർ രാജയുടെ സംഗീതം ഈ ചിത്രത്തിൽ എത്തുമ്പോൾ ഒട്ടും ഇമ്പാക്റ്റ് പകരാത്തൊരു കാഴ്ചയായി മാറുന്നുണ്ട്. ഇതിൽ വിജയെ കാണിക്കുന്ന ആദ്യത്തെ സീനിൽ തന്നെ
യുവൻ ശങ്കർ രാജയുടെ ഒരു തീം മ്യൂസിക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ആദ്യത്തെ ആ ട്രെയിനിലുള്ള സീക്വൻസിലൊക്കെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റും യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിന് സമ്മാനിക്കാനാവുന്നില്ല. പ്രത്യേകിച്ച് ഇതിലെ പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊന്നും ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അനുഭവപ്പെടുന്നില്ല. ഈ പാട്ടിന് വേണ്ടി അവിടെ എവിടെയും പാട്ട് വരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു തരത്തിലും കഥയോട് ചേർന്ന് പോകുന്ന രീതിയിലല്ല ഇതിലെ പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗോട്ട് എന്ന ചിത്രത്തെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ പുതിയ തരത്തിലുള്ള പരീക്ഷണം നടത്തണം എന്നതിനപ്പുറത്ത് വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു മാസ് മസാല എന്റർടൈനർ ഒരുക്കാനാണ് വെങ്കട് പ്രഭു ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ വെങ്കട് പ്രഭു ചിത്രങ്ങളായ മാനാട് മങ്കാത്തയിലൊക്കെ പോലെ ഒരു ക്രാഫ്റ്റ് ഇവിടെ ഇല്ലാത്തതിനാൽ ഗോട്ട് എന്ന ചിത്രം ശരാശരിക്കും താഴെയുള്ള ഒരു അനുഭവമായി മാറുന്നു.